നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ അനുദിനം ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണകാര്യത്തിലും ആരോഗ്യകാര്യത്തിലുമൊക്കെ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട സമയം കൂടിയാണിത്. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കല്ലിയൂർ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ സിദ്ധി നമ്മോടൊപ്പം. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ഇവിടെ കേരളത്തിൽ ഓരോരുത്തർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ചൂട്. എന്തൊക്കെ ശ്രദ്ധിക്കണം ഡോക്ടർ ഈ സമയത്ത് നമ്മൾ? തീർച്ചയായും സാധാരണ കേരളം കാലാവസ്ഥജന്യ രോഗങ്ങളിൽ നിന്നൊക്കെ കുറച്ച് രക്ഷ നേടിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഇപ്രാവശ്യം എന്നല്ല, ഒരു 2-3 വർഷമായിട്ട് ആഗോളതാപനത്തിന്റെയൊക്കെ ഫലം കാരണം കാലാവസ്ഥാ വ്യതിയാനം വളരെ രൂക്ഷമായി കേരളത്തെ ബാധിക്കുന്നുണ്ട്. ഓരോ വർഷവും അന്തരീക്ഷ താപനില വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അനുബന്ധിച്ച് കൊണ്ടാവുന്ന രോഗങ്ങളും ആയുർവേദത്തിൽ ഓരോ കാലാവസ്ഥ അനുസരിച്ചും ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, അതായത് ആഹാരം എങ്ങനെയായിരിക്കണം, ചര്യകൾ എങ്ങനെയായിരിക്കണം, വരാൻ പോകുന്ന രോഗസാധ്യത മനസ്സിലാക്കി ഓരോ വ്യക്തിയുടെയും ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ കണ്ടുവരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദഹന സംബന്ധമായ രോഗങ്ങൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ, വൈറൽ അണുബാധ മൂലമുണ്ടാകുന്ന നേത്ര സംബന്ധമായ രോഗങ്ങൾ, ചിക്കൻ ബോക്സ് പോലുള്ള രോഗങ്ങൾ, വയറിളക്ക രോഗങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ 2-3 വർഷമായിട്ട് സൂര്യതാപവും അന്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സൂര്യതാപവും സൂര്യാഘാതവും ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ആഹാര കാര്യങ്ങളിലും. ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച്, അതായത് കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് അതിന് മോഡിഫിക്കേഷൻ. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഈ സമയത്ത് രോഗങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് രോഗപ്രതിരോധ ശേഷി വളരെ കുറവുള്ള കാലമാണ്. ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും, ചയാപചയ പ്രവർത്തനങ്ങളുടെ റേറ്റ്, അതുകൊണ്ട് തന്നെ വിശപ്പ് കുറവായിരിക്കും. അതിനാൽ നമ്മൾ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കണം കഴിക്കേണ്ടത്. കഴിവതും ദ്രവ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ആരോഗ്യകരമായ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ടും ശീലിക്കേണ്ടതാണ്. കാരണം അന്നത്തെ ദിവസത്തെ മുഴുവൻ ഊർജ്ജം നമുക്ക് വേണ്ടത് അതിൽ നിന്നാണ്. വിശപ്പ് കുറവായിരിക്കുന്നത് കൊണ്ട് പിന്നീട് നമുക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പലരും വിമുഖത കാണിക്കും. ദ്രവരൂപത്തിലുള്ള ആഹാരം കഴിക്കണം. അത് തന്നെ കഴിക്കുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഒരു ശുചിത്വം ഉറപ്പാക്കണം. ആരോഗ്യകരമായ ഭക്ഷണമാണോ എന്ന് ഉറപ്പാക്കണം. നമ്മൾ കഴിക്കുമ്പോൾ അരി, ഗോതമ്പ്, ചെറുപയർ, കൂവരുകൾക്ക് അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. പച്ചക്കറികൾ ആയിരിക്കണം വേനൽക്കാലത്ത് കൂടുതലും നമ്മൾ കഴിക്കേണ്ടത്. നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഉപ്പ്, പുളി, എരിവ്, ഇത്രയും രസങ്ങളുള്ള ആഹാരം ഒഴിവാക്കാൻ പറയാറുണ്ട്. കാരണം ആ രസങ്ങൾ പൊതുവെ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ടെൻഡൻസി ഉള്ളതാണ്. ശരീരത്തിലെ ജലാംശത്തെ വലിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അത്രയും രസങ്ങളുള്ള ആഹാരം ഒഴിവാക്കുക. മധുരം രസമുള്ള ആഹാരം കൂടുതൽ കഴിക്കാവുന്നതാണ്. വെള്ളം കുടിക്കുമ്പോൾ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ആയുർവേദത്തിൽ നമ്മൾ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഷഡംഗം, ഗുളൂച്യാദി, ദ്രാക്ഷാദി പോലുള്ള ഔഷധങ്ങൾ, ആ ഔഷധത്തിലുള്ള ഔഷധയോഗത്തിലുള്ള ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം പല പ്രാവശ്യമായിട്ട് കുടിക്കാൻ പറയാറുണ്ട്. ആഹാരത്തിൽ പച്ചക്കറിയിലാണെങ്കിൽ തന്നെ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ, ഇപ്പോൾ വെള്ളരി, കുമ്പളം, മത്തൻ, അതുമാതിരി തക്കാളി, അതുമാതിരിയുള്ള പച്ചക്കറി ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. വല്ലാതെ ക്ഷീണം തോന്നുന്നവർക്ക് തന്നെ നോൺ വെജിറ്റേറിയനിൽ ആട്ടിൻ മാംസമാണ് കുറച്ചുകൂടി നല്ലത്. മീനും മാംസവും ഒഴിവാക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ആഹാര പദാർത്ഥം തന്നെ ഇപ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ പാലും തൈരും തന്നെ ഒരു ദിവസം കൂടി പഴകിക്കഴിഞ്ഞാൽ അത് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം രോഗാണുബാധ സാധ്യത കൂടുതലാണ്. വയറിളക്ക രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ദാഹം ഉള്ളത് കൊണ്ട് ആൾക്കാർ കുടിക്കുന്ന വെള്ളം തന്നെ നമ്മൾ ഈ സ്ട്രീറ്റ് കുടിക്കുമ്പോൾ അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും കോളറ ഡയറിയ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. പഴച്ചാറുകളിൽ പുറത്തുനിന്ന് കിട്ടുമ്പോൾ ചേർക്കുന്ന വെള്ളം എത്രത്തോളം ആരോഗ്യകരമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കാം. ഈ സാറേ, ഞാനുണ്ടല്ലോ ഈ വൈകുന്നേരമൊക്കെ ഈ ഭക്ഷണം ഈ ഗോതമ്പ് കഞ്ഞി കഴിക്കാറ്. കാലത്തേറ്റ് ഞാൻ 2 ദോശ 3 ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി, ഞാൻ ബോംബെയിലാണ് കേട്ടോ, 2 ദോശ 3 ദോശയൊക്കെ കഴിക്കുക. പിന്നെ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ വയറ് നിറച്ച് ചോറുണ്ണും. എനിക്ക് കുറച്ച് ഷുഗറിന്റെ അസുഖമുണ്ട്, 50 വയസ്സുണ്ട്.
പക്ഷെ എന്നോട് 2-3 ആൾക്കാർ ഈ ചോറുണ്ട് കഴിഞ്ഞാൽ മോരും വെള്ളം കുടിക്കുന്നത് നല്ലതെന്ന് പറയണ്ടേ, ദഹനത്തിനൊക്കെ നല്ലതെന്ന് പറയണ്ടേ. ഇത് ചില സമയത്തൊക്കെ നല്ല ദഹനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില സമയത്ത് അത് ഒരു സുഖമില്ലാത്ത മാതിരി തോന്നും. അതായത് നമ്മൾ ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഉച്ചഭക്ഷണം വളരെ ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ സാധാരണ ഒരു മലയാളിയുടെ ആഹാര രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 4/3 ഭാഗവും ചോറ് കൊണ്ട് നിറച്ചിരിക്കും. അതിനേക്കാളും ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറികൾ ധാരാളം കഴിക്കുക. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്താണെങ്കിൽ ജലാംശം ധാരാളമുള്ള പച്ചക്കറികൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ചോദിച്ചത് അതായത് ഭക്ഷണത്തിന് ശേഷം മോര് കഴിക്കുന്നത്, ഈ സമയത്ത് മോര് കഴിക്കുന്നത് നല്ലതാണ്. കുറച്ച് മല്ലിയിലയോ അങ്ങനെ കുറച്ച് ദ്രവാംശം കൂടുതൽ എത്തുന്നതും രോഗപ്രതിരോധ ശേഷി തരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നും കഴിക്കാനും ഒരു മീൻസ് ഫ്ലൂയിഡ് ഇൻടേക്കിന് വേണ്ടിയിട്ട് നമുക്ക് മോര് കഴിക്കുന്നത് ആരോഗ്യകരമാണ്. പക്ഷെ മോര് കഴിക്കുമ്പോഴത്തേനും തൈരിൽ വെള്ളം ചേർത്തതല്ല, ശരിക്ക് അതിൻ്റെ ഒരു പ്രപ്പോർഷൻ അനുസരിച്ച് തിളപ്പിച്ചാറിയ വെള്ളം തണുത്തതിന് ശേഷം തൈരിൽ ചേർത്ത് വേണം അത് കഴിക്കാനായിട്ട്. അതിന് മീൻസ് കുറച്ചുകൂടി ധാതുലവണങ്ങൾ കൂടുതൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികളും കൂടെ അതിനകത്ത് ചേർത്തിട്ട് കഴിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ സാലഡായിട്ട് തൈരിൽ പച്ചക്കറി അരിഞ്ഞിട്ട് സാലഡ് രൂപത്തിൽ കഴിക്കുന്നത് അത്ര ആരോഗ്യകരമല്ല. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ സാർ, പറഞ്ഞോളൂ സാർ. എന്റെ പേര് ജെയിംസ് ജോർജ്, ഞാനൊരു കർഷകനാണ്. ഹലോ, എന്റെ പേര് ജെയിംസ് ജോർജ്. ഡോക്ടർ, ഞാനൊരു കർഷകനാണ്. പറഞ്ഞോളൂ. രാവിലെ 7 മണിക്ക് കൃഷിത്തോട്ടത്തിൽ പോയി കഴിഞ്ഞാല് അസഹ്യമായ ചൂട് സഹിക്കാൻ വയ്യാതെ ഒരു 11 മണിയാകുമ്പോ ഞാൻ കയറി പോരുകയാണ്. അതിനുശേഷം ശരീരത്തിനെല്ലാം ഭയങ്കര ക്ഷീണവും ടയർഡ്നെസ് ആയിരുന്നു. അപ്പം അതിന് വേനൽക്കാലത്ത് നമ്മള് കുടിക്കേണ്ട ഇപ്പം നാരങ്ങ പിഴിഞ്ഞ് അതിന്റെ വെള്ളം ഞാൻ വയലിൽ കൊണ്ടുപോകാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുടിച്ച്, അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവിന് ഭയങ്കര വേദനയുണ്ട്. പറഞ്ഞോളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അപ്പൊ നമ്മൾ ഈ വേനൽക്കാലത്ത് എടുക്കേണ്ട പ്രിക്കോഷൻ, അതായത് വേനൽക്കാലത്ത് പറമ്പിൽ ജോലി ചെയ്യുന്നവർ, അതായത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, പുറത്ത് സൂര്യരശ്മി കൂടുതൽ ഏൽക്കേണ്ട ജോലി ചെയ്യുന്നവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. കാരണം നമ്മൾ പലപ്പോഴും ദാഹം തോന്നുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനല്ല, ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തന്നെ, അതായത് ഒരു എക്സോഷനുള്ള, ഇപ്പോൾ കർഷകനാന്ന് പറയുമ്പോഴത്തേനും കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്ന ആളായിരിക്കും. അതുകൊണ്ട് ഒരു നമ്മൾ അതിനെ മുൻകൂട്ടി കണ്ടിട്ട് നല്ല അധ്വാനമുള്ള ജോലി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ തന്നെ നമ്മളൊരു 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കുക. പിന്നീട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോ അരമണിക്കൂറിലും ഒരു 500 ml തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. വളരെ ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നാരങ്ങ വെള്ളം കുടിക്കാം, മീൻസ് ഇളനീര് വെള്ളം കുടിക്കാവുന്നതാണ്. മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, രാമച്ച നന്നായിട്ട് വൃത്തിയാക്കി തിളപ്പിച്ച വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ചിരുന്നിട്ട് ആ വെള്ളം പിന്നീട് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല മുത്തങ്ങ എന്ന് പറയുന്ന ഒരു ഔഷധമുണ്ട്. മുത്തങ്ങ ചതച്ച് അല്ലെങ്കിൽ നറുനീണ്ടി ചതച്ച് കിഴികെട്ടി അതിട്ട് തിളപ്പിച്ചാറിയ വെള്ളം തണുത്തതിന് ശേഷം പല പ്രാവശ്യം കുടിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു 10 മുതൽ 15 വരെ ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഈ സമയത്ത് കുടിച്ചിരിക്കണം. മറ്റ് ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ വേറെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്ഷീണം കൂടുതലായിരിക്കും. കഴിവതും ഈ ഒരു മീൻസ് സൂര്യൻ്റെ താപനില കൂടിയ സമയം, അതായത് ഒരു 11 മണി മുതൽ 4 മണി വരെ നമ്മൾ ഒരു സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിലുള്ള ജോലിയിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സൂചന തരുന്ന സമയങ്ങളിൽ, അതായത് ചില ദിവസങ്ങളിൽ സൂര്യാഘാതം, സൂര്യതാപം വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ മുന്നറിയിപ്പ് കിട്ടുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പ്രീ ഹൈഡ്രേറ്റ് എന്ന് പറയും, അതായത് അധ്വാനമുള്ള ജോലി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക. അതിനുശേഷം ഓരോ അരമണിക്കൂറിനിടയിലും വെള്ളം കുടിച്ചിട്ട് നമ്മൾ മീൻസ് ശരീരത്തിലെ ജലാംശം കൃത്യമായി നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് അനുഷ, ഞാൻ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പറയൂ ഡോക്ടർ. ഇപ്പൊ ഞാൻ 4 months പ്രഗ്നന്റ് ആണ്. അപ്പോ ഡോക്ടർ ഒരു 3 liters വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ തണ്ണിമത്തൻ ഇപ്പൊ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ചില ആൾക്കാർ അത് ഭയങ്കര ചൂടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇല്ല, തണ്ണിമത്തൻ, മത്തങ്ങ, കുമ്പളം പോലെയുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ധാരാളം ജലാംശമുള്ളതാണ്. അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഗ്ലൂക്കോസ് ലെവലൊക്കെ നോർമൽ ആണോ?
അപ്പൊ പിന്നെ അത് മീൻസ് കഴിക്കുന്നതിന് വലിയ കുഴപ്പമില്ല. കൂടുതൽ പഞ്ചസാര അതിനകത്ത് ആഡ് ചെയ്ത് കഴിക്കേണ്ടതില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ലഭിക്കുന്നതിന്റെ ഒരു എത്രത്തോളം നല്ലതാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. തണ്ണിമത്തൻ കഴിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. തണ്ണിമത്തൻ തന്നെ വേണമെന്നില്ല. ഈ ഒരു ഗർഭകാലത്ത് ഈ ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലഷസും ചൂടും ഒക്കെ അധികം ഈ എസ്പെഷ്യലി ഈ മീൻസ് ചൂട് കൂടിയ സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ താപനില ശരിയാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് കൊത്തമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കേൾക്കുന്നില്ലല്ലോ. സോഡ മീൻസ് ബിവറേജസ് ആയിട്ടുള്ളതും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഈ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കർഷകർക്കോ അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവർ നന്നായി വേർക്കും, പിന്നെയും ദാഹമെങ്കിലും തോന്നും, അവർ വെള്ളം കുടിക്കെങ്കിലും ചെയ്യും. ഇതിനപ്പുറം ഓഫീസിനകത്ത് AC റൂമുകളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചത് നേരെ തിരിച്ചാണ്. അവർക്ക് ദാഹിക്കുന്നില്ല, അവർ വേനൽക്കാലമാണെന്ന് അറിയുന്നില്ല, വെള്ളം കുടി വളരെ കുറവാണ്. അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാകും ഡോക്ടർ? അതായത് നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അത് ഒരിക്കലും ആരോഗ്യകരമല്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് തന്നെ സൂര്യതാപം, സൂര്യാഘാതം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. എക്സേർഷൻ എന്നും പറയും, നോൺ എക്സേർഷൻ എന്നും പറയും. അതായത് പൊതുവെ ഒരു ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളിന് കഠിനാധ്വാനവും കഠിന വ്യായാമവും ചെയ്യുമ്പോഴുണ്ടാവുന്നത്, അല്ലാതെ തന്നെ മീൻസ് എന്തെങ്കിലും രോഗബാധിതരോ മെഡിസിൻസ് കൃത്യമായി മീൻസ് വളരെയധികം ഒരു ലോങ് ടേം കഴിക്കേണ്ട മെഡിസിൻസ് കഴിക്കുന്നവർ, മാനസിക രോഗങ്ങൾക്ക് ആഹാരം മീൻസ് ഭക്ഷണം ശരിയായി കഴിക്കാതെ മെഡിസിൻസ് മാത്രം കഴിക്കുന്നവർ, മൂത്രത്തിൽ അണുബാധ വരുന്നവർ, അത്തരം ആൾക്കാർക്കൊക്കെ മീൻസ് എക്സ്പോഷർ ഇല്ലെങ്കിൽ തന്നെ ഹീറ്റ് സ്ട്രോക്ക് വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്നവരെ കാര്യം പറയുകയാണെങ്കിൽ ദാഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വെള്ളം കുടിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി വെള്ളം കുടിക്കണം. ഇത്തരം ആൾക്കാർക്ക് വരാൻ സാധ്യതയുള്ള രോഗമാണ് മൂത്രാശയ അണുബാധയും ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ സമയത്ത് മീൻസ് നമ്മുടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ യൂറിൻ ഔട്ട്പുട്ട് കുറയും. യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നത് കൊണ്ട് ശരീരത്തിലുള്ള മലിനാംശം നമുക്ക് പുറത്തേക്ക് പോകാൻ സാധ്യത കുറവാണ്. ചില രോഗാണുക്കളൊക്കെ പുറത്തേക്ക് പോകേണ്ടതിനും സാധ്യത കുറയുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഒരു 10 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം ഒരു 3.5 കൂടുതൽ കുടിക്കണം. ഒരു 3.5 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിച്ചിരിക്കണം നമ്മൾ. ദാഹിക്കുമ്പോൾ മാത്രമല്ല, അല്ലാതെ നമ്മൾ പർപ്പസ്ഫുള്ളി ഈ ഒരു അരമണിക്കൂറെങ്കിലും ഓർത്ത് കുടിക്കേണ്ടതാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, ഞാൻ ചോദിച്ചതേ, നമുക്ക് ഈ ചൂട് സമയത്ത് ഈ കരിക്കം വെള്ളം കുടിക്കുന്നതിൽ തെറ്റുണ്ടോ? അതുപോലെ തന്നെ ഈ തൈര് നമുക്ക് തൈര് മാത്രം, തൈര് നമ്മൾ മോരാക്കുമ്പോൾ തൈര് കറി പോലെ ആക്കി അതിൽ ടമാറ്റ, തക്കാളി അതൊക്കെ ഇട്ട് ചോറിലെ കൂടി രാത്രിയും പകലും കഴിക്കുന്നതിൽ കുഴപ്പമെല്ലാം ഉണ്ടോ? അത് കഴിച്ച് തണ്ണിമത്തങ്ങ കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ചൂടുവെള്ളം നമ്മൾ വലിയ ഇലയിട്ട് കഴിക്കാൻ കുടിക്കാറുണ്ട്. നമ്മള് മറ്റേ എന്താ പറയാ, അങ്ങാടിക്കടയിൽ മറ്റേ വേര് വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ദാഹശമനി എന്ന് പറയുന്ന പേരിൽ കുടിക്കാറുണ്ട്. പക്ഷെ ഇത് ഈ കരിക്കും വെള്ളം കുടിക്കുന്ന ഷുഗർ രോഗിയുള്ള ആളിന് കുഴപ്പമുണ്ടോ? തണ്ണിമത്തങ്ങ കഴിക്കുന്ന കുഴപ്പമുണ്ടോ? ഇതാണ് ചോദിക്കാൻ വിളിച്ചത്. അതെ. അതായത് കരിക്കൻ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വെള്ളം കുടിക്കുന്നതിനേക്കാളും നമുക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ കിട്ടാനും സഹായിക്കും. ഷുഗർ അധികമുള്ളവർ കൺട്രോൾഡ് ആണെങ്കിൽ കരിക്കൻ വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കരിക്കൻ വെള്ളം കുടിച്ചത് കൊണ്ട് വളരെയധികം ഷുഗർ ലെവൽ അങ്ങനെ കൂടാറില്ല. ഈ ചൂട് സമയത്ത് കരിക്കൻ വെള്ളം നല്ലൊരു പാനീയം തന്നെയാണ്. പിന്നീട് ചോദിച്ചത് മോരിന്റെയും തൈരിന്റെയും ഉപയോഗം. തണുപ്പ് സമയത്ത് നമ്മൾ തൈര് ഒഴിവാക്കാൻ പറയും. പക്ഷെ ചൂട് കാലത്ത് ലസ്സി പോലുള്ളത് കഴിക്കാനായിട്ട് ആയുർവേദം പറയുന്നുണ്ട്. പക്ഷെ ഡയബറ്റീസ് ഉള്ളവർ അത്തരം ഒരു ആഹാര രീതി നല്ലതല്ല. മോര് കാച്ചി കുടിക്കുന്നത് നല്ലതാണ്. മോര് മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കാച്ചി, കാരണം ഭക്ഷണത്തിൽ ചോറിൽ തന്നെ അധികം ഒഴിക്കുന്ന കറികൾ കൂട്ടി കുഴയ്ക്കുന്ന രൂപത്തിൽ, അതായത് ദ്രവാംശം നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് വേണ്ടി അത്തരം രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഒന്ന് ചോദിച്ചാൽ തണ്ണിമത്തന്റെ ഉപയോഗം. തണ്ണിമത്തൻ ജ്യൂസ് ആക്കുമ്പോഴത്തേനും പലപ്പോഴും പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ പഞ്ചസാര ആഡ് ചെയ്യാതെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം തണ്ണിമത്തൻ ജ്യൂസ് ആക്കിയോ തണ്ണിമത്തൻ അങ്ങനെ കഴിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല ഡയബറ്റീസ് ഉള്ളവർക്ക്. പക്ഷെ കൃത്യമായിട്ട് ഡയബറ്റീസിന്റെ ഒരു മീൻസ് നമ്മൾ എത്രയാണെന്നൊന്ന് മോണിറ്റർ ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ ഒരു കോൾ കൂടി. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ഹലോ ഡോക്ടർ. പറയൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേര് സോമൻ. പറയൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് ആഹാരവും കഴിക്കണമെന്നുണ്ട്, വിശപ്പ് തോന്നുന്നില്ല. അതെന്താണ് ഡോക്ടർ കാരണം?
വിശപ്പ് തോന്നുന്നില്ല. ചൂട് സമയത്ത് എനിക്ക് തോന്നുന്നു വിശപ്പ് വളരെ കുറവായിരിക്കും. വിശപ്പ് തോന്നാത്തത് ചൂട് ഇതിനുമുമ്പായിട്ടും ചൂടിന് മുമ്പായിട്ടും വിശപ്പ് തോന്നണ്ട, ആഹാരം വേണ്ട, അത് എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഡോക്ടർ. അപ്പൊ അത് ഞാൻ പല ഡോക്ടർമാരും കാണിച്ചിട്ടും അവര് പറഞ്ഞ ഗ്യാസിന്റെ കംപ്ലൈന്റ് ആണെന്നാണ് പറഞ്ഞത്. ഈ ഒരു സമയത്താണോ അത് പൊതുവെ അങ്ങനെയുള്ളതാണോ? അല്ല, പൊതുവെ അങ്ങനെ ഉള്ളതാണ്, ഈ സമയത്തല്ല. വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? ഡയബറ്റീസോ? ഞാൻ മറ്റേ സംഗതി വയറിന്റെ ഡോക്ടറെ കാണിച്ചായിരുന്നു. വയറിന്റെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോ വയറിന്റെ ഡോക്ടർ പറഞ്ഞു പുണ്ണിന്റെ ലക്ഷണമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ മരുന്ന് കഴിച്ചിട്ടും അത് മാറുന്നില്ല. അപ്പൊ എന്താണെന്നൊരു അപ്പൊ ശരിക്കും അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് വളരെ കുറച്ച് നാളായിട്ട് വിശപ്പില്ലായ്മയുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ, അതായത് ഓരോ ആഹാരത്തിന്റെയും ഗ്യാപ്പ് കൃത്യമായിരിക്കണം. രാവിലെ കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. കഴിക്കുമ്പോൾ രാവിലെ കഴിക്കുന്നത് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരമായിരിക്കണം. അത് കഴിഞ്ഞ് വളരെയധികം ഗ്യാപ്പ്, അതായത് ഒരു വൈകുന്നേരം വരെ ഇരിക്കാതെ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മുടെ ആഹാരം കഴിക്കാൻ, അത് വിശപ്പ് തോന്നുന്നെങ്കിലും ചെറുതായിട്ട് ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി രൂപത്തിലുള്ള എന്തെങ്കിലും ആഹാരം കഴിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായി അതിന് ഔഷധം പറയാൻ പറ്റുകയുള്ളൂ. അത് അടുത്തുള്ളൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ നമ്മൾ അതിനുള്ളൊരു മെഡിസിൻ കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്താണ് കാരണം, അതായത് വിശപ്പില്ലായ്മ വളരെയധികം നാളായിട്ടുള്ളത്, ഒത്തിരി കാരണങ്ങളുണ്ട്. പെട്ടെന്ന് കുറച്ച് നാളത്തേക്കാണ് നമുക്ക് വരുന്നത്, പനി പോലുള്ള ലക്ഷണങ്ങളുണ്ട്. അങ്ങനെ ഒരു കൂടെ കാണുന്ന ലക്ഷണങ്ങൾ അനുസരിച്ച് നമുക്ക് മഞ്ഞപ്പിത്തം എന്തെങ്കിലും രോഗമുണ്ടോ എന്നും നമ്മുടെ കരളിന്റെ ആരോഗ്യം എങ്ങനെ ഉണ്ടെന്നും ബാക്കി ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയാൽ മാത്രമേ അതിന് ശരിയായിട്ട് നമുക്ക് മരുന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഈ വേനൽ ചൂടിൽ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ഈ സൂര്യാഘാതം, സൂര്യതാപം എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും ഡോക്ടർ? അതായത് നമ്മൾ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്താൽ ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 2 തരത്തിൽ, അതായത് എക്സേഷനിലും നോൺ എക്സേഷനിലും. അധികം അധ്വാനം ചെയ്യുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കും വരും. അല്ലാതെ ഈ ഡെബിലിറ്റിംഗ് കണ്ടീഷൻസ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, മീൻസ് ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർക്കുള്ള മരുന്ന്, അതിന് വേണ്ടിയുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ എക്സേഷനൊന്നും ഇല്ലാതെയും വരും. ഈ സൂര്യാഘാതം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ അത് നമുക്ക് സൂര്യാഘാതത്തിലേക്ക് എത്താതിരിക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ താപനിയന്ത്രണ സംവിധാനത്തിലുണ്ടാകുന്ന തകരാറ് മൂലമാണ് സൂര്യാതാപം, സൂര്യാഘാതം എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശരീര ടെമ്പറേച്ചർ ഒരു മോഡറേറ്റ് ലെവൽ വരെ ഉയരുമ്പോഴത്തേനും നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങും. അതായത് തൊലിപ്പുറത്ത് കറുത്ത നിറം വരും, വരണ്ട് വരും, വല്ലാത്ത തലവേദന, തലചുറ്റൽ, ഓർക്കാനം, മീൻസ് മനം പുരട്ടൽ, ഛർദ്ദിക്കാൻ തോന്നുക, തലചുറ്റൽ, ചെറുതായി ബോധക്ഷയം വരും. അപ്പോഴേ തന്നെ നമ്മൾ ഈ മനസ്സിലാക്കി ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അതായത് ആ സൂര്യതാപം ഏൽക്കുന്നതിനുള്ള ആ അവസ്ഥയിൽ നിന്നും രോഗിയെ മാറ്റുക, ആളിനെ മാറ്റുക എന്നുള്ളത് ആദ്യം തന്നെ ചെയ്യുക. ഈ ചെറുതായി വരുന്ന ബോധക്ഷയം നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഈ ഒരവസ്ഥയിൽ സാധിക്കും. അതായത് സൂര്യൻ്റെ രശ്മികൾ ഏൽക്കാതിരിക്കാൻ സഹായിക്കുക. ബോധമൊന്നും പോയില്ലെങ്കിൽ ചെറുതായിട്ട് വെള്ളം കുടിപ്പിക്കുക. വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഈ പുറത്ത് ജോലി ചെയ്യുന്നവരും വീട് പണി ചെയ്യുന്നവർ, തൊഴിലുറപ്പുകാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മിക്കവാറും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ ചേർന്ന വെള്ളമൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. ഒരിക്കലും കോഫി, മദ്യം, മീൻസ് അങ്ങനെയുള്ള വെള്ളം കുടിപ്പിക്കാൻ നമ്മൾ നോക്കരുത്. അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സും കോഫിയും ഒന്നും ഈ സമയത്ത് കൊടുക്കുകയും ചെയ്യരുത്, കാരണം ഒന്നുകൂടെ അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. വെള്ളം സാധാരണ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തരം ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് റിവൈവ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അല്ലാതെ സൂര്യാഘാതത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരം മീൻസ് നന്നായിട്ട് ചുമന്ന് തടുത്തിട്ട് വല്ലാതെ മീൻസ് തലവേദന, തലകറക്കം, ജന്നിയുടെ ലക്ഷണങ്ങൾ, സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിട്ട് ബോധക്ഷയവും സംഭവിക്കും. അതൊരു സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ആ സമയത്ത് രോഗിയെ മീൻസ് കിടത്തുക തന്നെ വേണം. രോഗിയുടെ കാലുകൾ ഉയർത്തി വയ്ക്കുക. നമ്മൾ സാധാരണ പറയുന്നത് വെള്ളത്തിൽ ഇടുക എന്നുള്ളതാണ്, ഡിപ്പ് ചെയ്യാനാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ സാധിക്കില്ല എങ്കിൽ നല്ല സോക്ഡ് ആയിട്ടുള്ള ടവല് കൊണ്ടിട്ട് രോഗിയെ നന്നായിട്ട് പുതയ്ക്കുക. കഴുത്തിൻ്റെ പിൻഭാഗം, കക്ഷങ്ങൾ, ആ ഭാഗത്തിലൊക്കെ ഐസ് പാക്ക് വയ്ക്കുക, തണുപ്പ് കൊടുക്കുക. അതായത് നമ്മുടെ ടെമ്പറേച്ചർ ഒരു 105 ഫാരൻഹീറ്റിലൊക്കെ എബോവ് ആകുമ്പോഴാണ് ഇത്തരം കണ്ടീഷൻസ് വരുന്നത്. അടിയന്തര ചികിത്സ നമ്മൾ എത്തിക്കുകയും വേണം.
ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൊടുക്കുന്ന വെള്ളം ബോധമില്ല എങ്കിൽ വെള്ളം കൊടുക്കരുത്. ബോധമുണ്ടെങ്കിൽ കുറേശ്ശെ സാധാരണ വെള്ളം തന്നെ കൊടുക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം എത്തിക്കേണ്ടതുമാണ്. അല്ല എങ്കിൽ അത് റിവൈവ് വന്നാൽ നമ്മൾ ശരിക്കുള്ള ഒരു കെയർ കൊടുത്തില്ല എങ്കിൽ ബ്രെയിൻ ഡാമേജ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ കോർ ടെമ്പറേച്ചർ വളരെയധികം കൂടുന്നത് നമ്മുടെ ശരീരാവയവങ്ങളെല്ലാം ബാധിക്കും. ബ്രെയിനിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. അതായത് രക്തത്തിന്റെ ഓളിയത്തിൽ ചേഞ്ച് വരുന്നത് കൊണ്ട് BP കുറഞ്ഞു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. മീൻസ് നമ്മുടെ നാഡീനിരപ്പ് വളരെയധികം കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റേണൽ അവയവങ്ങളെ അത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. വൃക്കകളുടെ പ്രവർത്തനമൊക്കെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതെ നേരത്തെ പറഞ്ഞതുപോലുള്ള അതായത് സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗിയെ നമുക്ക് ഈ ഒരു സൂര്യാഘാതം അവസ്ഥയിൽ എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാവുന്നതാണ്. പ്രിവെൻഷനായിട്ട് ഒരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറയൂ. ഞാൻ പെരുമ്പാവൂരിൽ ഉഷാദേവി. ഞാനിപ്പോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ യൂട്രസ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഒരു 60 ദിവസമായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഭയങ്കര ആവി എന്ന് വെച്ചാ കഴിക്കാൻ പാടില്ലാത്ത ആവിയാണ്. ഭക്ഷണമാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കും, വയറിങ്ങനെ വീർത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഗ്യാസിന്റെ ഗുളിക കഴിക്കും ഇടയ്ക്ക്. അപ്പൊ വയറൊന്ന് കുറയും. പിന്നെ ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും മരുന്ന് കഴിക്കണം, ദേഹരക്ഷ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആയുർവേദത്തിന്റെ ശകലം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര സംഭ്രമമാണ് ഇപ്പൊ. അതിന് ഞാൻ ഈ ആയുർവേദ മരുന്നുകൾ വല്ലതും നിർത്തണോ, എന്താ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി വിളിക്കുക. പൊതുവേ ചൂട് കാലമാണ്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു സർജറിയും കൂടെ കഴിഞ്ഞു. മാത്രമല്ല അതിനോട് അനുബന്ധിച്ച് കുറച്ച് ഔഷധങ്ങളും കഴിക്കുന്നുണ്ട്. ഹിസ്റ്ററക്ടമി അതായത് യൂട്രസ് മാറ്റിയതോടുകൂടി അതിൻ്റെ കൂടെ ഓവറിയൊക്കെ മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു കുറവും വരും. അപ്പം തന്നെ നമ്മുടെ ഒരു താപ നിയന്ത്രണ സംവിധാനത്തെ അത് ബാധിക്കും. അതിൻ്റെ ഒപ്പം ഈ ഒരു കാലാവസ്ഥയും കൂടെ ആകുമ്പോഴത്തേനും ചൂട്, ഈ ആവി പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിയോ അല്ലെങ്കിൽ ചെറുള പറയും, ബലിപ്പൂവ് എന്ന് പറഞ്ഞൊരു ഔഷധം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം. നമ്മൾ ഈ കഴിക്കുന്ന നിങ്ങൾ പറഞ്ഞത് അതായത് ദേഹരക്ഷ എന്ന് പറയുന്നത് അത് എത്രത്തോളം ശാസ്ത്രീയമായാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊന്നുകൂടെ ശ്രദ്ധിക്കണം. അതായത് കൃത്യമായ ഒരു ഡോക്ടറെ കണ്ടിട്ടാണോ ആ മരുന്ന് കഴിക്കുന്നത്. അതിൽ ചെറിയ മരുന്നുകളൊക്കെ ഈ ഒരു ചൂട് സമയത്ത് പലപ്പോഴും ചിലർ ഈ അരിഷ്ടം പോലുള്ള ഔഷധങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായി ഫ്രൂട്ട്സ് കഴിക്കുക. ഡയബറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസായിട്ട് തന്നെ കഴിക്കാം. വിശപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ദ്രവരൂപത്തിലും ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി രൂപത്തിലുള്ള ആഹാരമൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഔഷധങ്ങൾ നിങ്ങൾ ആയുർവേദ മരുന്ന് കഴിക്കുന്നത് ഏതാണെന്ന് ഒരു ആയുർവേദ സ്ത്രീരോഗ വിദഗ്ധയെ തന്നെ കാണിച്ചിട്ട് അത് കഴിക്കാൻ പാടുള്ളതാണോ, ഈ സമയത്ത് ഏതൊക്കെയാണോ ഒഴിവാക്കേണ്ടതെന്ന് കാണിച്ച് തന്നെ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു ഏജ് കഴിയുമ്പോഴത്തേനും മെനോപോസൽ ഏജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ യൂട്രസിൻ്റെ കൂടെ ഓവറിയൊക്കെ മാറ്റുവാണെങ്കിൽ ഈസ്ട്രജൻ കുറയുമ്പോൾ തന്നെ ഹോട്ട് ഫ്ലഷസ് വരും. അതിൻ്റെ ഒപ്പം കാലാവസ്ഥയും കൂടെ പ്രതികൂലമായതുകൊണ്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഔഷധങ്ങൾ വേണം കഴിക്കേണ്ടത്. അരിഷ്ടം പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. മാജിദേന്ന് വിളിക്കുന്ന പൂവച്ചലെന്ന് ഒരു കൊച്ചിന്റെ ശ്വാസം മുട്ടലുള്ള ഒരു കൊച്ചിനെ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. എന്തോന്ന് വെള്ളം കുടിക്കാം ഈ സമയത്ത്, വേനൽ സമയത്ത്? സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊടുക്കാം. എത്ര പ്രായമുള്ള കുഞ്ഞ്? 11 വയസ്സ്. സ്ഥിരം ശ്വാസമുട്ടലിന് മരുന്ന് കഴിക്കുന്ന ആളാണോ? അതെ. രാമച്ചമോ മല്ലിയോ നറുനീണ്ടിയോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കാവുന്നതാണ്. ശരി ഡോക്ടർ, ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വ്യക്തി ശുചിത്വം കൂടിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഈ ഒരു സമയം വേനൽക്കാലം എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് വിശപ്പ് കുറവായിരിക്കും, പക്ഷേ ദാഹം കൂടുതലാണ്. യാത്രയിലൊക്കെ ഉള്ള ആൾക്കാർ കിട്ടുന്ന ആഹാരം കഴിക്കും. എത്രത്തോളം ശുചിയായിട്ടാണ് അത് സൂക്ഷിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതൽ ഫീക്കോ ഓറൽ പാത്വേയിൽ കൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിശുചിത്വം വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വയറിളക്ക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കോളറ പോലുള്ള നമ്മൾ രോഗങ്ങളൊക്കെ തന്നെ വരാൻ സാധ്യത കൂടുതലാണ്. കിട്ടുന്ന ആഹാരത്തിൻ്റെ ഒരു ശുചിത്വം നമ്മൾ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കുക്കിംഗ് സർഫസ്
പാചകം ചെയ്യുന്ന സർഫസ് വൃത്തിയായിരിക്കുക, ഭക്ഷണത്തിന് മുന്നേ ശൗചകാര്യങ്ങൾക്ക് ശേഷവും കൃത്യമായിട്ടും കൈകൾ തേച്ച് കഴുകുക. അല്ലെങ്കിൽ നമുക്ക് രോഗാണുക്കളെ പെട്ടെന്ന് തന്നെ മറ്റൊരാളിലേക്ക് വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് നേത്ര സംരക്ഷണത്തിൽ ചെങ്കണ്ണ് പോലുള്ള രോഗം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ചെങ്കണ്ണ് കൺട്രോൾ ചെയ്യുന്നതിന് വ്യക്തി ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ചെങ്കണ്ണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് നമ്മുടെ കൈയിന്റെ ശുചിത്വമില്ലായ്മയാണ്. അതായത് കൈകൊണ്ട് നമ്മൾ കണ്ണിൽ തിരുമുക, അതുകൊണ്ട് മറ്റു സർഫസിൽ പിടിക്കുക, ആ സർഫസിൽ വേറൊരാൾ പിടിക്കുമ്പോഴത്തേനും ആ രോഗം മറ്റൊരാൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് മാറി പറഞ്ഞ പോലെ സ്കിൻ കണ്ടീഷൻസ്, സാധാരണ സ്കിന്നിന് ഈ സൂര്യത മീൻസ് സൺറൈസിന്റെ എഫക്റ്റ് കാരണം ഒരു ഡ്രൈനസ് ഒക്കെ ഇച്ചിങ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ശുചിത്വ ശീലങ്ങൾ ശരിയല്ല എങ്കിൽ അത് കൂടുതൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. എണ്ണ തേച്ച് കുളിക്കാവുന്നതാണ്. നാൽപ്പാമരാതിയും പിണ്ടതയിലും ഒക്കെയാണ് നമ്മൾ ഈ സമയത്ത് എണ്ണ തേച്ച് കുളിക്കാൻ പറയുന്നത്. പക്ഷെ എണ്ണ തേച്ച് വളരെയധികം നേരം ഇടേണ്ട കാര്യമില്ല. മാക്സിമം ഒരു മീൻസ് 15 മണിക്കൂർ ഇട്ടിട്ട് കുളിക്കുകയാണ് വേണ്ടത്. എണ്ണ തേച്ചുകൊണ്ട് വെയിലിൽ പോകാനും പാടില്ല. തേച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിൽ നന്നായി ശ്രദ്ധിക്കുക, ചൂടുകൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാതെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, വെള്ളം കുടിക്കുക എന്നതാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ദാഹം തോന്നിയില്ലെങ്കിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു കവിൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ തന്നെ ഒരു പരമാവധി നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാമെന്നാണ് പറയുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.